ഭക്ഷണമാവട്ടെ, അതോടൊപ്പം ഒരു യാത്രയാവട്ടെ, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്ത്രമോ ഭക്ഷണമോ ഏതും ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യണം എന്ന്. ഇടക്കിടക്ക് ഭാര്യമാരെയും മക്കളെയൊക്കെ കൂട്ടിയിട്ടൊരു യാത്ര ഇസ്ലാം ഒരിക്കലും കുറ്റാന്ന് പറഞ്ഞിട്ടില്ല. അതിന് സമയം കണ്ടെത്തണം. കാരണം അവർക്ക് പോകാൻ നമ്മളേ ഉള്ളൂ. ഈ അടുത്ത ദിവസം ഒരു സാധു പെൺകുട്ടി വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദിനറിയോ, ഞാനൊന്ന് കോഴിക്കോട് ബീച്ച് കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. 4ാം ക്ലാസ് പഠിക്കുമ്പോ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയതാ. അവസാനം 10ാം ക്ലാസ്സിലെത്തുമ്പോ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, പ്രായം കുറെ ആയി, കുട്ടികളൊപ്പരം പോയി ബീച്ചിൽ നിന്നൊക്കെ കളിച്ചാൽ മോശമാവും, എനിക്ക് എന്റെ പിയ്യാപ്പിളന്റെ ഒപ്പരം പോവാ, കല്യാണമൊക്കെ കഴിഞ്ഞാൽ എന്നെ പിയ്യാപ്പിള കൊണ്ടുപോകും. അവസാനം ആ പെൺകുട്ടി നെഞ്ചു പൊട്ടിയിട്ട് പറയാ, കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ മോഹിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയതാവട്ടെ ഒരു യാത്ര ഇഷ്ടപ്പെടാത്തൊരു ഭർത്താവ്, ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാത്തൊരു ഭർത്താവ്. എന്റെ കൈ പിടിച്ചിട്ട് നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും, ദൂരത്തേക്കൊന്നും വേണ്ട, തൊട്ടടുത്തേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി മക്കളെ കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കുന്ന ഒരു മനസ്സാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഉസ്താദേ എന്റെ ഭർത്താവ്. പൈസ ഉണ്ടാക്കണം, ഉള്ളത് സമ്പാദിക്കണം, വെറൈറ്റി ഫുഡ് വാങ്ങി കഴിക്കണം, ഉള്ളത് ജീവിതത്തിൽ കുടുംബത്തിലും പൊരമലും കയറ്റണം, വാഹനം ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റണം, ഐഫോൺ മാറ്റണം. ഈ ഒരു ചിന്തയല്ലാതെ ഒന്നിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാനും ഒരുമിച്ചിരിക്കാനും മനസ്സാഗ്രഹിക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ മനസ്സ് കാണാത്ത ഭർത്താക്കന്മാരും കുറ്റക്കാരാ. വേദനിച്ച് ജീവിക്കുന്ന എത്ര ഭാര്യമാര് നമ്മൾ അടുത്തുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചോക്കണം. ഒരു ചായ പോലും വാങ്ങിക്കൊടുക്കാത്തവരുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭാര്യമാരെ വലിയ സൈക്കോളജിയാണത്. ഇത് ലോകത്താരും പഠിപ്പിച്ചല്ല, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച. അതുകൊണ്ട് ആ കയ്യിലുള്ള ഒരു കാരക്ക കഷണം കിട്ടുമ്പോഴേക്ക് അള്ളാന്റെ റസൂൽ ഒന്ന് ചീന്തി അരയിൽ വെക്കും. സഹാബത്ത് ചോദിച്ചു, റസൂലെ അതാർക്കാ? അള്ളാന്റെ പ്രവാചകൻ പുഞ്ചിരിയോടെ പറയും, അതിന്റെ ആയിഷാക്ക, അതിന്റെ ആയിഷാക്ക. അത് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ പെൺകുട്ടികളും. ആയുസ്സുള്ള കാലത്ത് അത് മോഹിച്ചും സ്വപ്നം കണ്ടു ആ നമ്മളെ ജീവിതത്തിലേക്ക് വന്ന്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ഒന്നും വേണ്ട, ഒരു വൈകുന്നേരം കുടുംബത്തിനെയും കൂട്ടി ഒന്നിടവണ്ണം അങ്ങാടിയിലേക്ക് ഇറങ്ങി അപ്പൊ പൊരിക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് ലൈവായിട്ട് പൊരിച്ചു കിട്ടുന്ന ഒരു പഴംപൊരി ഒരു ചായയും വാങ്ങിക്കൊടുത്ത വലിയ മോഹ, വലിയൊരു സന്തോഷ. ഭർത്താവിന്റെ കൂടെ ഒരു മേശന്റെ അരികിലിരുന്ന് ഒരു ചായയൊക്കെ കുടിക്കുന്നത് സ്വപ്നമായിട്ട് കാണുന്ന ഭാര്യയാണോന്നറിയാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി. ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവൂ, വലിയ വലിയ സ്വപ്നങ്ങളില്ല. സിംഗപ്പൂർ പോണം, മലേഷ്യ പോണം, വാട്ടർഫാൾസ് കളിക്കണം, ഇതൊന്നുമില്ല. ദുനിയാവിൽ മക്കളെപ്പരവും കുടുംബത്തിന്റെ ഒപ്പരവും അടുക്കളന്റെ 4 ചുമരിന്റെ ഉള്ളില് നേരം നയാം പൊലച്ചക്ക് 4:45 അലാറം വെച്ച് എഴുന്നേറ്റ് മൂത്തോക്കുള്ളത് അല്ലെങ്കിൽ ഇളയോക്കുള്ളത്, മൂത്തോനുള്ളത്, പിന്നീട് ഭർത്താവിനുള്ളത്, അവരൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പിന്നീട് അലക്കാനുള്ളത്, അലക്കിത്തീരുമ്പോഴേക്കും ഉച്ചക്കത്തെ ചോറിനുള്ളത്, ആ ചോറൊന്ന് പാകപ്പെട്ട് മേല് കൈ കുളിച്ച് അസറസ്കരിക്കുമ്പോഴേക്കും പിയ്യാപ്പിള വരുന്നത്, 4:45 മക്കൾ വരുന്നത്, അവർക്കുള്ള ചായ, മഗ്രിബ് നിസ്കരിച്ച് വരുമ്പോഴേക്കും പിയ്യാപ്പിളക്കുള്ള ചോറ്, രാത്രി മക്കളൊപ്പര ഒരു അരമണിക്കൂർ വായനക്കിരിക്കല്, രാത്രി തിന്ന പ്ലേറ്റുകളൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒന്ന് അലക്കി കഴുകി തിരിച്ചു റൂമിലേക്ക് വരുമ്പോ ആ സ്വപ്നങ്ങൾക്കിടയിൽ ചേർന്ന് നിന്ന് ഒരു സമാധാനം കൊടുക്കാൻ നമ്മളേ ഉള്ളൂ. മറ്റൊരാളെയും അവളത് ആഗ്രഹിക്കുന്നില്ല, മറ്റൊരാളും അത് കൊടുക്കുന്നതും അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ പല ഭാര്യമാരും സ്വപ്നം കാണാറുള്ളത്, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ കേൾക്കുന്ന ഒരു ഭർത്താവായാ മതിയായിരുന്നു എന്ന് പറയുന്നവരാകാറുണ്ട്. പ്രിയപ്പെട്ട ഓരോ ഭർത്താക്കന്മാരോടും ഞാനൊരു നല്ല ഭർത്താവ് എങ്ങനെ എന്നാ സൂചിപ്പിക്കുന്നത്. കാരണം ഇതാരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനോ മറ്റാരെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറയാനോ അല്ല, മറിച്ച് നാളെ റബ്ബിന്റെ അരികിലേക്ക് എത്തുമ്പം സ്വന്തം കടമ നിർവഹിക്കുന്ന ഒരു മനസ്സോടുകൂടി ജീവിച്ചവരാകണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ഭർത്താക്കന്മാര് ചോദിക്കാറുണ്ട്, അതിനുസ്താദേ ഭാര്യ അങ്ങനത്തെ ഒരുത്തി ആവണ്ടേ? ഒരു സ്വൈര്യ പെണ്ണ് തരുന്നില്ല, വീട്ടിക്ക് കയറിച്ചെല്ലാം തോന്നുന്നില്ല. അതിനർത്ഥം പെണ്ണ് ചെയ്യുന്ന അതേ തോന്നിയാസം നമ്മൾ ചെയ്യണം എന്നല്ല. നമ്മൾ ചെയ്യുന്നതിന് ഈ ദുനിയാവിൽ തന്നെ തിരിച്ചു കിട്ടണം ആഗ്രഹിക്കാനും നമുക്ക് വകുപ്പില്ലെങ്കിൽ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് അത് നീക്കി വെച്ച് എന്റെ കടമ ഞാൻ നിർവഹിക്കുന്നു, ഈ ദുനിയാവിൽ എന്റെ പെണ്ണെനിക്കൊരു പരീക്ഷണമായിരിക്കും എന്ന് ചിന്തിക്കണം. അല്ലാതെ അവള് നന്നാവുന്നില്ല, അവൾ എന്നെ പരിഗണിക്കുന്നില്ല, ഒരു സ്വൈര്യം തരുന്നില്ല, വീട്ടിലൊരു സ്വസ്ഥതല്ല, നാവിന് നീട്ടുള്ള പെണ്ണാണ് എന്ന് കൂട്ടുകാരോടും കുടുംബക്കാരോടും പരാതി പറഞ്ഞാൽ അവനാന്റെ പെണ്ണിനെ അപമാനിക്കലും കുടുംബം നശിക്കലും മാത്രമേ അവിടെ രക്ഷയുള്ളൂ. അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എനിക്കെന്റെ റബ്ബ് തന്നൊരു പരീക്ഷണമാകാം ഇങ്ങനെയുള്ള എന്റെ തുണ എന്ന് ചിന്തിച്ച് ആ പെണ്ണിനോടൊപ്പം നാളെ റബ്ബിന്റെ കോടതിയിൽ പടച്ചോൻ ചോദ്യം ചെയ്യപ്പെടുമ്പം
ആ റബ്ബിന്റെ മുൻപിൽ എന്റെ കടമ ഞാൻ പൂർത്തീകരിച്ചു റബ്ബേ എന്ന് പറയാൻ ഞാൻ അധ്വാനിക്കുന്നു എന്ന് ചിന്തിക്കുമ്പം നമ്മളെ ജീവിതത്തിലെ നിരാശ നഷ്ടപ്പെടും. അതാണ് റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും. ഇദാ അൻഫഖർ റജുലു അലാ അഹ്ലിഹി യഹ്തസിബുഹാ ഫഹുവ ലഹു സദഖത്തുൻ. ആ പെണ്ണിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണ് ചെലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതൊരു സദഖ ചെയ്തവനായി അല്ലാഹു നിങ്ങൾക്ക് പകരം തരും. അവളെ ഇന്ന് പ്രതീക്ഷിക്കണം. നല്ല റബ്ബ് പറയുന്നത് ചെയ്തു കൊടുത്തതിനൊന്നും ദുനിയാവിൽ കണക്ക് പറഞ്ഞ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ദുനിയാവ് അങ്ങനെയാ. നല്ലത് ചെയ്താൽ തിരിച്ച് ചീത്തേ കിട്ടും. ഒരുപക്ഷെ അതൊരു പരീക്ഷണാവാം. ഒരുപക്ഷെ ചിരിച്ചാൽ തിരിച്ചു കിട്ടുന്നത് പോലും പകയും വെറുപ്പും ആവാം. അതുകൊണ്ട് സ്നേഹം നമ്മളിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്ന് പരാതി പറയാത്ത നിലക്ക് ആ സ്നേഹം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുൻപ് എൻ്റെ സഹോദരങ്ങളോട്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ പറയാറുണ്ട്, 40 വയസ്സായി എനിക്ക്, മൂത്ത മകള് 10ാം ക്ലാസ്സിലാ. ഒരു 5 or 6 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഞാൻ അവളെ കെട്ടിച്ചു വിടേണ്ടതാ. ഇന്ന് മുസ്ലിം കുടുംബത്തിലുള്ളൊരു പ്രവണത എന്താന്ന് ചോദിച്ചാ, മക്കളെ കെട്ടിച്ചു വിട്ടാ പിന്നെ വാപ്പയും ഉമ്മയും അകത്തും പുറത്തുമായി എന്നുള്ള കോലം. പിന്നീട് രക്ഷിതാക്കൾ മാറിക്കിടക്കൽ തുടങ്ങും. അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഞാനൊക്കെ പറയാറുണ്ട്, ചില മക്കള് വാപ്പനെയോ അല്ലെങ്കിൽ ഉമ്മനെ മാത്രം ഗൾഫ് കൊണ്ടുപോകും, വാപ്പ നാട്ടിലോ എന്ന് നടക്കുന്നുണ്ടാവും. അവനാന്റെ മക്കളെ നോക്കാൻ വേണ്ടി ഉമ്മാനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വാപ്പ എങ്ങനെയെന്ന് ചിന്തിക്കാത്തവരുണ്ട്. അവിടെ ഒരു ഭാര്യ പറയണം, നിന്റെ ഭർത്താവ് നിന്നെ കെട്ടി എന്റെ വാപ്പ, ആ വാപ്പ മനസ്സ് വേദനിച്ചൊരു രാത്രി കടന്നുറങ്ങിയ കുറ്റം പടച്ചോന്റെ അടുത്തിന്റെ മൂക്കും കൂടിയാന്ന് പറയണം. നല്ല നിലക്ക് അള്ളാഹുവിന്റെ ദുനിയാവിൽ പടച്ചോൻ കാണിച്ചു തന്ന രീതിയിൽ ദാമ്പത്യ ജീവിതം മരിക്കുന്നവരെ കൊണ്ടടക്കാൻ പറ്റണം. അതുകൊണ്ട് ആ കെട്ടിയ പെണ്ണിനോട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇക്കഴിഞ്ഞൊരു മാസത്തിന്റെ ഇടക്ക് മക്കളൊന്നുമില്ലാത്തൊരു സമയത്ത്, എത്ര പ്രായമുണ്ടെങ്കിലും ശരി, ഒന്ന് ഭാര്യനെ അടുത്ത് വിളിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, കൈ പിടിച്ചിട്ട്, എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, പടച്ചോന്റെ സ്വർഗത്തിലെത്തുമ്പം അള്ളാഹുവിന്റെ മുൻപിൽ നിനക്ക് വേണ്ടി ഞാൻ പറയും, അല്ലെങ്കിൽ പടച്ചോൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ സ്വഭാവത്തിൽ ഞാൻ തൃപ്തയാ, എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്ന മനസ്സുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ക്ലാസിന്റെ പിന്നിൽ എവിടെയെങ്കിലും നിങ്ങളെ ഭാര്യമാരുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വണ്ടി കയറുന്നതിൻ്റെ ഇടക്ക് ആരും ഇല്ലെങ്കിലും ഒന്നോളെ കൈ പിടിച്ചിട്ടൊന്ന് പറയണം, എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഐ ലവ് യു എന്നൊക്കെ പറയേണ്ടത് കുറേ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരിനോട് പറയലാന്നാ. അല്ല, അവനാന്റെ കെട്ടിയോൾ അടുത്ത് വിളിച്ചിട്ട് പറയണം, ഇന്ന് ഈ കാണുന്ന 3-4 മക്കള് വാപ്പാന്നും വിളിച്ചിന്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ, ഞാനൊരു വാലറ്റോനല്ല എന്ന് സമൂഹം പറയുന്നുണ്ടെങ്കിൽ, നാളെ പടച്ചോന്റെ അടുത്തേക്ക് ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമാധാനം തരാൻ എൻ്റെ മക്കൾ എനിക്ക് എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, ആ മക്കൾക്ക് വേണ്ടി പ്രാണന്റെ വേദന സഹിച്ചെന്റെ പെണ്ണെ എനിക്കെന്നെ ഒരുപാട് ഇഷ്ടാടി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ഭാര്യമാരുണ്ട് എന്നറിയോ? അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെ നാവുന്നത് കേൾക്കാതാകുമ്പോ പലപ്പോഴും അവർ സങ്കടപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്നേഹം കൊടുക്കുന്നവൻ അതോടൊപ്പം തന്നെ കെട്ടിയ പെണ്ണിനെ അടിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഭാര്യമാര് പറയുന്നില്ലേ, മാ ലറബ ഖത്തുൻ, ഒരു ഭാര്യനെ പോലും അള്ളാഹുവിന്റെ റസൂൽ തല്ലിയിട്ടില്ല.